പാലക്കാട് പ്രതിഷേധ സമരത്തിനിടെ ബി.ജെ.പി. പ്രവർത്തകൻ വനിതാ എസ്.ഐയെ കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ കരുതി കൂട്ടി തന്നെയാണ് പിടിച്ചത്. വലിയ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് ഒരുപാട് മാധ്യമ പ്രവർത്തകരെ സാക്ഷി നിർത്തിയാണ് ഇയാൾ വനിതാ എസ്.ഐയെ കയറി പിടിച്ചത്. നമ്മുടെ നാടൻ ഭാഷയിൽ ദ്വയാർത്ഥമായി ജാക്കി വെക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ പിന്നിലൂടെ വന്ന് എസ്.ഐയുമായി ചേർന്ന് നിന്ന് വയറിൽ കയറി പിടിക്കുകയാണ് ഇയാൾ ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് അടുക്കാൻ നമുക്ക് വരാം. അതിനു മുമ്പ് എന്തായിരുന്നു അവിടെ സംഭവിച്ചത്, എന്തിനായിരുന്നു പ്രതിഷേധം എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സംഭവം നടന്നു വെച്ചാൽ പാലക്കാട് ഇന്നലെ ഒരു പരിപാടി നടന്നു. പുതിയ KSRTC ഡിപ്പോയിലെ AC വെച്ച വിശ്രമ മുറി അടക്കമുള്ളവയുടെ ഉദ്ഘാടന പരിപാടിയായിരുന്നു ഇന്നലെ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ, അദ്ദേഹം CPM ആണ്, അറിയാലോ. പിന്നെ പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ, MP ആയ VK ശ്രീകണ്ഠൻ, ഇവർ രണ്ടുപേരും കോൺഗ്രസ് ആണ്. ഇതൊരു വികസന പരിപാടി ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയം മറന്ന് ഇവരെല്ലാവരും ഒരു വേദിയിൽ ഒരുമിച്ച് കൂടി. വികസനത്തിന് ക്രെഡിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഈ പരിപാടി നടക്കുന്നതിനിടയ്ക്ക് കുറച്ച് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി കടന്നു വന്നു. അവരെന്തൊക്കെയോ അലറി വിളിച്ചാണ് വന്നത്. അറിയാലോ, പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ്. എനിക്ക് തോന്നുന്നത് ഈ ഉദ്ഘാടന പരിപാടിയിൽ ഒരൊറ്റ BJP പ്രവർത്തകനെ പോലും അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് കുരു പൊട്ടി ഒലിച്ചാണ് ഇവന്മാർ പ്രതിഷേധവുമായി വന്നെന്ന് തോന്നുന്നത്. പ്രതിഷേധം എന്നൊക്കെ ഉറക്കെ അലറുന്നുണ്ടായിരുന്നു. അങ്ങനെങ്കിൽ എന്താണ് ഇവന്മാരുടെ യഥാർത്ഥ പ്രശ്നം എന്ന് അറിയണമല്ലോ. അങ്ങനെ മന്ത്രി ഗണേഷ് കുമാർ എന്താക്കി, തൊള്ള കീറി അലറുന്ന കാവിപ്പടയിൽ ഒരുത്തനെ മുന്നോട്ട് വിളിച്ച് കാര്യം പറയാൻ പറഞ്ഞു. നമുക്ക് ആ രംഗം ഒന്ന് കണ്ടോക്കാം. ഇവരിതെന്തോന്നു, മര്യാദയ്ക്ക് മുദ്രാവാക്യം വിളിക്കാൻ പോലും അറിയില്ല. പ്രതിഷേധം എന്ന അലറി വിളിക്കാൻ മാത്രം അറിയാം. ആരോ പഠിപ്പിച്ചു വിട്ടതാണെന്ന് തോന്നുന്നു. എന്തിനാണ് ഏതിനാണെന്നൊന്നുമില്ല, നമുക്ക് പ്രതിഷേധിച്ചാൽ മതി. മുദ്രാവാക്യം വിളിക്കുമ്പോ കാര്യം കൂടി പറഞ്ഞാലല്ലേ കണ്ടു നിൽക്കുന്നവർക്ക് കാര്യം മനസ്സിലാവത്തുള്ളൂ. അതിന് 4 നല്ല മുദ്രാവാക്യം എഴുതാൻ അറിയുന്നവരൊക്കെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ട് വേണ്ടേ. ആ കൂടി നിൽക്കുന്ന ജനങ്ങളെ കണ്ട് എല്ലാവരും BJP-കാരാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. കൂട്ടത്തിലൊരു 3-4 ഉണ്ടല്ലോ, അവന്മാര് മാത്രമാണ് പ്രതിഷേധ ടീം. ബാക്കി എല്ലാവരും ഉദ്ഘാടന പരിപാടി കാണാൻ വന്നവരാണ്. എന്തായാലും യുവന്മാര് അലമുണ്ടാക്കുന്ന കണ്ടിട്ട് ഗണേഷ് കുമാറിന് ഡൗട്ടായി. ഇതിനിപ്പോ പരിപാടിക്ക് വിളിക്കാത്തതിന് പ്രതിഷേധമാണോ? മറ്റേ വെള്ളിമൂങ്ങ സിനിമയിലുണ്ടല്ലോ, ഇതുപോലെ പരിപാടിക്ക് വിളിക്കാത്തതിന് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന സീൻ എല്ലാവരും ഓർക്കുന്നുണ്ടാകും. മുട്ടൻ കോമഡിയാണ് അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യാമോ, അറിയിക്കാതെ ചെയ്യാമോ? എന്തായാലും കാര്യം അറിയാൻ വേണ്ടി ഗണേഷ് കുമാർ പ്രതിഷേധക്കാരിൽ ഒരാളോട് മുന്നോട്ട് വന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോഴല്ലേ കാര്യം അറിയുന്നത് പരിപാടിക്ക് വിളിക്കാത്തതിന് പ്രതിഷേധമല്ല പോലും, മറിച്ച് അവർക്ക് ചില ഭീകരമായ ആഭ്യന്തര പ്രശ്നങ്ങൾ മന്ത്രിയുമായി പങ്കുവെക്കാനുണ്ട് പോലും. എന്താന്ന് വെച്ചാൽ പറഞ്ഞു തൊലയ്ക്കുന്ന രീതിയിൽ ഗണേഷ് കുമാർ ചെവി ഓർത്തു. വാ, നമുക്ക് പോയി കേട്ടിട്ട് വരാം. ഈ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിട്ട് ഇവിടെയുള്ള കംഫർട്ട് റൂം തുറന്നിട്ടില്ല, ഫീഡിംഗ് റൂം തുറന്നിട്ടില്ല, ഇവിടെ പോലീസിന് ഹെഡ് പോസ്റ്റ് ഇല്ല, പിക് പോക്കറ്റും കഞ്ചാവാണ് ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഇപ്പോഴാണ് നിങ്ങൾ AC റൂം ഉദ്ഘാടനം ചെയ്യുന്നത്. ആകെ പ്രശ്നങ്ങളാണ് മിനിസ്റ്റർ. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്നതാ. അതിന്റെ ഇടയിൽ കൂടെയാണ് നിങ്ങളുടെ ഒരു AC റൂം ഉദ്ഘാടനം. ഇനിയിപ്പോ അവിടെ AC വന്നിരിക്കാൻ വേണ്ടി ജനങ്ങളുടെ തിരക്കാവും. ഞാൻ എവിടെ പോയി കഞ്ചാവ് അടിക്കും? അതിന് മിനിസ്റ്റർ ഉത്തരം പറയണം. ഉത്തരം പറ. കഞ്ചാവ് റൂം, സോറി, ഫീഡിംഗ് റൂം എവിടെ? പറയടാ, ഒന്ന് പറഞ്ഞു നോക്കടാ. നമ്മളോടാണ് മിനിസ്റ്ററെ കളി, അല്ല പിന്നെ ബാക്കി ഉണ്ടോക്കാം. ഫീഡിംഗ് റൂം അതിനകത്തുണ്ട്. യു ചീറ്റ്, ബ്ലഡി ചീറ്റ്. എന്ത് വർത്താനാണ് മിനിസ്റ്റർ നിങ്ങൾ പറഞ്ഞത്? ഫീഡിംഗ് റൂം തുറന്നിട്ടില്ല എന്നാ ചങ്ങായി പറഞ്ഞു തീർന്നില്ലല്ലോ. അതിന് മുമ്പേ ഫീഡിംഗ് റൂം ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളോട് ആരാ പറഞ്ഞു? നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിയാണെന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് നാണക്കേട് തോന്നുന്നു. ഒരു സൂചനയെങ്കിലും ആ പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. ഇനിയിപ്പോ ഫീഡിംഗ് റൂം എന്താണെന്ന് ഇവന്മാർക്ക് അറിയാത്തത് കൊണ്ടാണോ എന്തോ, അല്ല വല്ല ഫുഡ് കഴിക്കുന്ന റൂമോ മറ്റാണെന്ന് കരുതി കാണും. ഇവന്മാരായത് കൊണ്ടൊന്നും പറയാനും പറ്റൂല. പ്രതിഷേധം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വെട്ടി വീഴണ്ടേ, അതുകൊണ്ടാവും ഫീഡിംഗ് റൂം എവിടെ മിനിസ്റ്ററെ, ഫീഡിംഗ് റൂം എവിടെ മിനിസ്റ്റർ എന്ന് ചോദിച്ച് പിന്നാലെ നടന്നത്. ബാക്കി നോക്കാം. സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ? 5 വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കാത്തത്? ബസ്സുകൾ മുഴുവൻ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്.
ഈ കെട്ടിടത്തെ നമ്പർ ഇട്ടാൽ ഇങ്ങനെ ഭാരിച്ച ചോദ്യങ്ങൾക്ക് ചോദിച്ച് അടുങ്ങാറാക്കിയാലും മിനിസ്റ്ററെ ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് പ്രതിഷേധം എന്ന് പറയാനാണ്. എന്തിനാ പ്രതിഷേധിക്കുന്നത് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഉദ്ഘാടനം കഴിഞ്ഞ ഫീഡിംഗ് റൂമിൽ വന്നിരുന്നിട്ട് പൊറാട്ടയും ഉള്ളിക്കറിയും കഴിക്കാൻ. അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ദഹിക്കാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കില്ലേ. പൊറാട്ട തൊണ്ടേന്ന് ഇറങ്ങൂല. എന്താ നിങ്ങളുടെ പ്രശ്നം? ഒരു നമ്പർ വേണം, അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. എന്നാ പിടിച്ചോ, ഒരു 56. ഞങ്ങളുടെ ജിയുടെ നെഞ്ചിന്റെ അളവാണ്, നല്ല രാശിയുള്ള നമ്പറാണ്. ഈ നെഞ്ച് വിരിച്ചിട്ടാണ് മൂപ്പര് നാട് നീളെ ചുറ്റി നടക്കുന്നത്. KSRTC സ്റ്റാൻഡിന്റെ കെട്ടിടത്തിനിടാൻ ഇതിനും നല്ല നമ്പർ വേറെ വേണോ? ബസ്സുകളൊക്കെ ഇങ്ങനെ നാട് നീളെ ചുറ്റി നടക്കും. അല്ല പിന്നെ വയ്ക്കണ്ടോ? ഈ കെട്ടിടത്തെ നമ്പർ ഇട്ടാൽ അനധികൃത കച്ചവടം നടക്കണം. പാർക്കിംഗ് ടെൻഡർ ചെയ്തിട്ട് മുഴുവൻ അനധികൃത അതിനെങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റുക? ഈ ഒരു നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി. അവർക്ക് ഇല്ലല്ല, മുനിസിപ്പാലിറ്റി കൊടുത്തില്ല. അവർ കോടതിയിൽ സ്റ്റേ ചെയ്തിരിക്കണം. മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ നിങ്ങളെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിക്കാം. മന്ത്രി പറയും. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കണം. ഓഹോ, ഇപ്പൊ ഇങ്ങനെയായോ? ഇത്രയും നേരം നമ്മൾ സംസാരിക്കാത്തതിന്റെ ആയിരുന്നു പ്രശ്നം. ഇവരൊന്നും കാര്യം പറയാൻ അറിയില്ല. പ്രതിഷേധം നല്ലത് വിളിക്കാൻ മാത്രമേ അറിയൂ. ബുദ്ധിയില്ല, വിവരമില്ല. എന്തൊക്കെ കുറ്റങ്ങളായിരുന്നു. ഇപ്പൊ നമ്മളൊന്ന് നേരെ ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അതായി പ്രശ്നം. ഇങ്ങനെയാണെങ്കിൽ ഈ കളിക്ക് ഞാനില്ല, ഞാൻ പോണേന്ന്. അല്ല, എവിടെ ഫീഡിംഗ് റൂം? എവിടെ? എന്റെ ഉള്ളിക്കറി ദൈവങ്ങളെ, ഇനി നീയേ രക്ഷ. ഞാൻ ഒരു കാര്യം ഞാൻ ചോദിട്ടെ, ഇവിടുത്തെ MP ആണ്. അതെ, പല രാഷ്ട്രീയ പാർട്ടിക്കാരും നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എത്ര പ്രതിഷേധിച്ചിട്ടുണ്ട് സാർ. നമുക്ക് പ്രതിഷേധിക്കാനല്ല അറിയൂ, എഴുതാനും വായിക്കാനൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ടാണ്. നിവേദനമൊക്കെ എഴുതാൻ അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ അലമുറ ഇടാൻ വേണ്ടി വരുമോ മിനിസ്റ്ററെ? മിനിമം എമ്പുരാനിലെ മണിക്കൂട്ടിനെങ്കിലും ആയിട്ടുണ്ടാവൂലേ. അതൊക്കെ പോട്ടെ, ഫീഡിംഗ് റൂം എവിടെ? ഫീഡിംഗ് റൂം തുറക്കടേ. ഞാനാണ് മന്ത്രി. ഈ വിഷയങ്ങൾ നിങ്ങളുടെ നിവേദനം നിങ്ങളുടെ യൂണിയന്റെയോ പാർട്ടിയുടെ പേരോ തന്നിട്ടുണ്ടോ? ഇയാളെന്തോന്നു വീണ്ടും ഇതന്നെ ചോദിക്കുന്നു. എന്നെ കണ്ടാൽ ഒരു നിവേദനമൊക്കെ എഴുതാൻ അറിയുന്ന ആളായിട്ട് തോന്നുമോടെ? എന്നാ ഇനി അവസാനം അടവെടുത്തേക്കാം. അണികൾക്കൊക്കെ നേതാവിന്റെ ബാധ കയറിയെന്ന് തോന്നുന്നു. സുരേഷ് ഗോപി പഠിപ്പിച്ചു വിട്ടതൊക്കെ അച്ഛനും പ്രദീപ് പെർഫോം ചെയ്യുന്നുണ്ട്. അണികളായാൽ ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനെ പോയ പ്രതിഷേധമാണ് ഒടുവിൽ വനിതാ SIയെ കടന്നു പിടിക്കുന്നതിൽ ചെന്ന് കലാശിച്ചത്. നമുക്ക് എന്തായാലും അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നിർത്താം. ആ നീല ഷർട്ടിട്ട നിരമ്പം ചെയ്ത പരിപാടി കണ്ടില്ല നിങ്ങൾ? അവന്റെ മർമ്മം നോക്കിയൊരു ചവിട്ടാണ് ശരിക്കും കൊടുക്കേണ്ടത്. അവന്റെ ഒബ്ലാൻ കേട്ട് ഇനി പൊങ്ങരുത്. ആ പോലീസുകാർ തിരിഞ്ഞു നിന്നൊന്ന് പൊട്ടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും സ്റ്റേഷനിൽ നിന്ന് അവന് പിടിപ്പത് കിട്ടി കാണും. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചോ? മറ്റേ പോലീസുകാരൻ ഇവനെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒതുക്കി കൊണ്ടുപോകായിരുന്നു. ഇവനായിട്ടാണ് ഈ വനിതാ SIയുടെ അടുത്തേക്ക് പോയത്. കരുതി കൂട്ടി തന്നെ പോയതാണ്. എന്നിൽ എന്തൊക്കെയാണ് തെണ്ടി കാണിച്ചു കൂട്ടിയത്? ഇത്രയും ആളുകൾക്കിടയിൽ വെച്ച്, ക്യാമറയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ എന്തൊക്കെ ചെയ്യും? ഇതൊക്കെയാണ് ഇവന്മാരുടെ നിലവാരം എന്ന് പറയുന്നത്. പോലീസോ പട്ടാളോ ഒന്നൊന്നുമില്ല. പെണ്ണാണോ എന്നാ കയറി പിടിക്കുക. ഇതൊക്കെ ശാഖയിൽ നിന്നും പഠിച്ചതാണോ എന്തോ? ഓരോരോ പട്ടിത്തിട്ടങ്ങളെ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.